ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയമൊന്നും പോക്കുന്നില്ല കേട്ടോ. കുട്ടി വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ 30-ാം തീയതി നേരം വെളുത്തപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിലാണ് തുടങ്ങിയത്. കിച്ചൺ ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിനിടയ്ക്ക് ഒരു കേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാനുണ്ടായിരുന്നു. എഗ്ലെസിൻ്റെ വൈറ്റ് ഫോറസ്റ്റും ഒരു സ്മോൾ പ്ലം കേക്കുമാണ്. 2 എഗ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കൊടുത്ത് വിട്ടതിന് ശേഷം നമ്മൾ കിച്ചൺ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇതിനി കേക്കിൻ്റെ റൂമാണ്. അതായത് ബാക്കി പാചകങ്ങൾക്കൊക്കെ വിടാം എന്ന രീതിയിൽ അത്രയും സെറ്റാക്കി വെക്കുക. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ അടുക്കള എങ്ങനെ മെസ്സാവുമ്പോഴാണ് എനിക്ക് ക്ഷീണം കൂടുന്നത്. അപ്പോൾ ആ ക്ഷീണം ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കിച്ചൺ നല്ല നീറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 9:30 ആകുമ്പോഴത്തേക്കും ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു തന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ചെയ്തത് നമ്മൾ കേക്ക് ടിന്നൊക്കെ ഒന്ന് നല്ലപോലെ സെറ്റാക്കി വെക്കുക. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ എടുത്തങ്ങ് വെച്ചേച്ചാൽ മതിയല്ലോ. ആ സമയത്ത് ഈ വരച്ച് കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ ഈ ഒരു ടിന്ന് നിറയെ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴുള്ള നിലവിലുള്ള ഓവൻ്റെ ലിറ്റർ എത്തിയാൽ എല്ലാവരും ചോദിക്കൂ. ഇപ്പോഴാണ് മനസ്സിലായത് 22 ലിറ്ററിൻ്റെ കുഞ്ഞ് ഓവനാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിലെനിക്ക് 3 കേക്ക് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും 1 നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലുമാണ് വെക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4 ടിന്നിലല്ലേ പോവുള്ളൂ. 2 കിലോ കേക്കാണ് എനിക്ക് ആകെ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 കിലോ കേക്കിൻ്റെ ബാറ്റർ വൈറ്റ് സ്പഞ്ചാണ് അടിച്ചിട്ട് വെക്കുന്നത്. ഓർഡർ വരുമെന്ന് അറിയാം, എന്തായാലും വരും. അപ്പോൾ കുറച്ച് ഇതൊന്നും മുൻകൂട്ടി കിട്ടിയ ഓർഡർ അല്ല കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ചെയ്ത് വെക്കുകയാണ്. 6 ഇഞ്ചിലുള്ള കുറേ ½ kg ബാറ്റർ അടിച്ച് വെക്കുകയാണ്. ഓരോ സമയത്തും ടക്ക് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഒരു ഗുണം ഈ വർഷം എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി കേട്ടോ. മെൻ്റലി അവസാനം വരെ മടുപ്പില്ലാണ്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. അപ്പം തന്നെ ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴും കിച്ചൺ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു നമുക്കില്ലേ ഒരുപാട് ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേണ്ട, ഒറ്റൊരു കേക്ക് ചെയ്താൽ തന്നെ നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്കും കേക്കെല്ലാം അങ്ങ് ഡെലിവറി ചെയ്ത് പിന്നെ കിച്ചൺ നോക്കുന്ന സമയത്ത് അയ്യോ ഇനി പണിയല്ലേന്ന് ആ ഒരു മൈൻഡ് വന്നില്ല. അടിപൊളിയായിട്ട് കിച്ചൺ എല്ലപ്പോഴും ഓൾവേസ് നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഓവനിൽ 3 ടിന്ന് വെച്ചു, ഗ്യാസ് സ്റ്റോപ്പിൽ 1 ടിന്നും വെച്ചു. ഇങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത്. അത് അന്ന് രാത്രി വരെ കേട്ടോ. രാത്രി നമ്മൾ ഓവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ ഓവൻ്റെ മേലെ തന്നെ വെക്കും. കാരണം ഓവന് ചൂടുള്ളത് കാരണം അപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും. ഒട്ടും ഈർപ്പമില്ലാത്ത രീതിയിൽ ബീറ്ററിൻ്റെ ബ്ലേഡ് അടക്കം നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചു, ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്ക് കേക്ക് സെറ്റായി. ആ കേക്കിനെടുത്ത് അന്നേരം തന്നെ നമ്മൾ ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ബട്ടർ പേപ്പറിൽ തന്നെ അത് തണിയാൻ വിടുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ ചുരുങ്ങി ചുക്കി ചുളിഞ്ഞൊക്കെ സൈഡ് ആയി പോവലുണ്ട്. അതുകൊണ്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കേക്ക് ടിന്നെടുത്തു. കേക്ക് ടിന്ന് കഴുകുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുണി വെച്ച് തുടച്ചതിന് ശേഷം അടുത്ത 2 കിലോ ബാച്ച് അടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ കാറ്റിൽ പരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കേണ്ടി വരുന്നത്. ഇനി നമ്മൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് വെച്ച് ഈ ഒരു കാണുന്ന രീതിയിലാണ് കേക്കിനെ എല്ലാം എടുത്ത് വെക്കുന്നത്. ഉറുമ്പില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ ഉറുമ്പില്ല വീട്ടിൽ. എന്നാലും അഥവാ വന്നാൽ പണി കിട്ടുമല്ലോ. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാം എടുത്ത് വെച്ചത്. ഉറുമ്പ് അഥവാ ഇങ്ങനെ നടന്നു വന്നാൽ വെള്ളം എത്തുമ്പം അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ അതിനിടയ്ക്ക് നമ്മൾ ഗനാഷൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ഒരു സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അതിലൊരു ഡ്രോപ്പ് റെഡ് ഇട്ടിച്ചിട്ട് പിങ്കാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. 2 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലാട്ടോ. ഇതിങ്ങനെ കുടിച്ച് തീർക്കുന്നത് കാരണം എനിക്ക് അത്ര ക്ഷീണം വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആ വെള്ളക്കുപ്പി എടുത്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലായിടത്തും പോവുക. നമ്മൾ കേക്ക് ഫാക്ടറി പോയി. ഇനി 2 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിൽ മൈദ വാങ്ങണം. അതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടുന്ന് അത്യാവശ്യം കത്തി 50 കത്തി ഇതും പിന്നെ വേറൊരു 50 കത്തി, അങ്ങനെ ടോട്ടൽ 100 കത്തി എടുത്തിട്ടുണ്ട്. മെല്ലോടെ ചോക്കോ ചിപ്സ്. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. മറ്റിടത്തുനിന്ന് നമ്മൾ കേക്കിൻ്റെ ബോർഡ് ബേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ അടിയാണ്. എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും 2 പേർക്കും വേണം ഈ ട്രോളി. അങ്ങനെ അതെല്ലാം എടുത്ത് രാത്രി നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും സർപ്രൈസ് എന്താണെന്നറിയോ? എൻ്റെ ഓവൻ വന്നിട്ടുണ്ടടാ. ഹെവൽസിൻ്റെ ഓവൻ നമ്മൾ റിട്ടേൺ അടിച്ചില്ലേ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ലായിരുന്നോ, അത് വന്നു. അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാറില്ലേ, കേക്ക് മാത്രമാണോ?
എൻ്റെ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്, കേക്കിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓവൻ വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അതൊരു വേറൊരു അടിപൊളി ദിവസമായി. പിന്നെ അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് കൊടുക്കാനുള്ള കുറച്ച് ചോക്ലേറ്റ് കേക്കുകളുണ്ട്, അത് ആദ്യം ചെയ്ത് വെക്കുക. കാരണം ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല. ചോക്ലേറ്റ് കേക്കിന് നമുക്ക് വേണ്ട ക്രീം ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചെയ്ത് അങ്ങോട്ട് തീർത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ക്രീം ഇട്ട പാത്രം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അത് വേഗം തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയൊക്കെ ഷേപ്പ് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എല്ലാം എടുത്തത്. വെക്കാൻ എളുപ്പത്തിലുള്ള പാത്രങ്ങൾ, പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത കേക്ക് എടുത്തു, അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെന്താ, ശരിക്കും നിങ്ങൾ കാണുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോള് നല്ല അടിപൊളി പണിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ദിവസം പെങ്ങൾ വന്ന് നിന്നുണ്ട് മോളെ നോക്കാൻ വേണ്ടിയിട്ട്. മോളെ എടുത്ത് അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എനിക്ക് മോള് ഉള്ള സമയത്ത് ഒരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് 10 കേക്ക് ഉണ്ടാക്കുന്ന പോലെയാണ്, സത്യമായിട്ട് കേട്ടോ. അവൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കുഞ്ഞുസം എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പക്ഷെ നമുക്കത് പണിയായിട്ടല്ലേ വരിക. അതുകൊണ്ട് അതുപോലെ രണ്ടാമത്തെ ദിവസമായപ്പോഴും ഏട്ടൻ അത്യാവശ്യ സമയങ്ങളിലൊക്കെ ഷോപ്പിലേക്ക് മോളെ കൊണ്ടുപോയിട്ടും എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ ഫ്രീ ആക്കി വിട്ടാൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വെച്ചാൽ ഒരാൾ ഒരു സ്പാച്ചുല എടുത്തു തരാൻ വേണ്ടി പോലും നമ്മളെ കൂടെ ഇല്ല. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാലേ, ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. എന്നാലും ഞാൻ വിചാരിക്കും കേട്ടോ, ഇങ്ങനെ അപ്പുറത്തെ എന്താ പറയുക, വർക്ക് ഏരിയയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കണമെങ്കിൽ ഒരാളുണ്ടെങ്കിൽ മോനെ അതൊന്ന് എടുത്തിങ്ങോട്ട് വാ എന്നൊക്കെ പറയാമല്ലോ. പക്ഷെ ആരെയും അടുപ്പിച്ചില്ല. അതെനിക്ക് ഇരട്ടി പണിയായപ്പോൾ ഞാൻ എല്ലാം ഒഴിവാക്കി ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ ഒരു ഫ്ലവർ ഡിസൈനാണ് എല്ലാവരും സ്റ്റാറ്റസ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നിങ്ങളിത് വേണമെന്ന് പറഞ്ഞത്. ഇത് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എളുപ്പമല്ലേ, എന്തിനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. സോറി കേട്ടോ. ഉറപ്പായിട്ടും ഞാനൊരു വീഡിയോ ഇതിന് വേണ്ടി ആര് കേക്ക് ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഞാനത് ചെയ്യും കേട്ടോ. അത്രയും റിക്വസ്റ്റ് വന്നൊരു കാര്യമാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ക്രീമിൽ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പാച്ചുല, അങ്ങനത്തെ 2 സ്പാച്ചുല ഉണ്ട്. ഈ ഒരു ലീഫിൻ്റെ സ്പാച്ചുല പക്ഷേ നിങ്ങൾക്ക് അറ്റം കൂർത്ത കത്തി എടുത്താലും മതി. പക്ഷേ മറ്റേത് ആ ഒരു സ്പാച്ചുല വെച്ച് ചെയ്യുന്ന, അല്ലെ സ്പൂണായാലും മതി, ആ ഒരു ഷേപ്പിലുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ അങ്ങനെ. അങ്ങനെ നമ്മളെ ഓവൻ്റെ ഉദ്ഘാടനം ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് ഓവൻ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷെ ഓവൻ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരനക്കവും ഇല്ല, ഒരു ചൂടും ഇല്ല. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ഓവന് പുറത്ത് ചൂട് തട്ടാതിരിക്കുമോ, പുറമത്തേക്ക് വരാതിരിക്കുമോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ തുറന്ന് നോക്കി, ട്രേ തൊട്ട് നോക്കുമ്പോൾ അതിനൊന്നും ചൂടില്ല. ഞാൻ മെല്ലെ നമ്മൾ പഴയ ഓവനെ നോക്കി. ഞാൻ പറഞ്ഞു സാരല്ലടാ, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം കയറി വന്നവന്, അതിൽ തന്നെ ബേക്ക് ചെയ്യുക എന്നുള്ള ധാരണയിൽ നിൽക്കുമ്പോഴാണ് ഈ സെറ്റിങ്സിൽ ഇവിടെ ഡോട്ട് കണ്ടോ, ആ ഡോട്ടാണ് ഞാൻ കോയിലായിട്ട് കണക്കാക്കിയത്. പക്ഷെ അതിൻ്റെ അവിടെ അവർ വരച്ചിട്ടുണ്ട്, അത് പിന്നെയാണ് കണ്ടത്. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ഹെവൽസ് ഓവൻ ഉദ്ഘാടനം ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. പോയോ കേട്ടെ. ഇതിന് പുറത്തേക്ക് ചൂട് വരുന്നത് കുറവാട്ടോ, ഇതിനുള്ളിൽ നല്ല ചൂടുണ്ട്. കമോൺ ഗൈസ്, കമോൺ, എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ, ക്ലാപ്പ് ചെയ്യൂ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. എനിക്ക് മാത്രമാണോ ഈ ഓവൻ കിട്ടിയിട്ട് സന്തോഷമുള്ളൂ? നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലേ? അയ്യോ, എത്ര ടിന്നാ നമ്മളിങ്ങനെ ഇറക്കി വെക്കുന്നല്ലേ, അടിപൊളി. കേക്ക് ടിന്ന് ഇപ്പോൾ എവിടെയും കിട്ടുന്നില്ല കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ടൊക്കെ തീർന്നതാണ് അവർ പറയുന്നത്. അതൊക്കെ വെറുതെയാണ്. ഞാനിതിന് മുന്നേ പോയപ്പോഴും ഈ ഡ്രൈ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ കറി വിളമ്പുന്ന പാത്രമൊക്കെ എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സെറ്റ്. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കുമോ ഭഗവാൻ അറിയാം, നോക്കാം അല്ലേ. 160 അല്ലേ നമ്മളുടെ ടെമ്പറേച്ചർ. 140 പറയുമ്പോൾ 150, 160. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? ഇനി 30 മിനിറ്റ്. ടൈം വെയിറ്റ് കരോ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് മറന്നിട്ടില്ല, നെക്സ്റ്റ് അത് തന്നെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെ ഈ ഓവൻ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്പീഡായി. കാരണം പിന്നെ 2.5 കിലോൻ്റെ ബാറ്റർ വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. കാരണം 3 കിലോ അടിക്കാത്തത് കേക്ക് ടിന്ന് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇത്രയും കേക്ക് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് ലോക്കായി. ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്.
പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ കേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം പീസ് കേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെ എഴുതിയിട്ട് നമ്പറും പേരും സ്ഥലവും എഴുതിയിട്ട് ഏട്ടൻ്റെ അടുത്ത് കാറിൽ കൊടുത്ത് വിടാണ് ചെയ്തത്. ഇതൊക്കെ ഒരു സന്ധ്യാസമയത്താണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു നേരം ആകുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ 2 മക്കൾ വന്നുകൊണ്ട് തന്നെ കേക്കിൻ്റെ ബോക്സൊക്കെ സെറ്റാക്കി തന്നു. പിന്നെ നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ. രണ്ടുപേരും ചോദിച്ചു ചേച്ചിക്കൊന്ന് ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നു. ആ ചോദ്യം എന്നെ അങ്ങോട്ട് കൊന്നു. രാവിലെ തൊട്ട് വിളിച്ചാൽ മതിയായിരുന്നു ഈറ്റുങ്ങളെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വേഗം സ്പീഡാക്കി ഒരു 6:30 അല്ല, ഇത് രാത്രി ഇത് സന്ധ്യാസമയത്താണ് കേട്ടോ. ഈ കേക്കുകളൊക്കെ മുറ്റമൊക്കെ പണി നടക്കുന്നത് കൊണ്ട് ആകപ്പാടെ പൊടി കാര്യങ്ങൾ, മണ്ണ്, കല്ല് അതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 19 എണ്ണമാണോ 19 കേക്കാണ് അത് പോയത്. പിന്നീട് വന്നിട്ട് ഈ ടേബിൾ ഇങ്ങനെ ഒഴിഞ്ഞ് കാണുമ്പം എന്തോ ഒരു സുഖമാണ് മനസ്സിൽ. ഇപ്പോൾ അടുത്തതും പോയതിന് ശേഷം 11:30 ആയിട്ടുണ്ട് അടുത്ത ബാച്ച് പോയപ്പോൾ. പിന്നെ കുറച്ച് നേരം ന്യൂ ഇയർ ആവാൻ വേണ്ടി ഇരുന്നു, റിലാക്സ് ചെയ്തു. അതിനുശേഷം പിന്നെ കേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. സ്പീഡാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ വിളിച്ചിട്ടാണ് 10 മണിക്ക് വിളിച്ചിട്ട് അറിയാം ചേച്ചി ഒരു അരമണിക്കൂർ കൊണ്ട് കേക്ക് കിട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ തുടരെ ഓർഡർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഫോണ് ചാർജിലിടാൻ പോലും എനിക്ക് സമയമില്ലാണ്ടിരിക്കുക. അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പിന്നെ അയ്യോ, അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ കപ്പുണ്ടാവും? അത് മിക്സിയിൽ അടിച്ചാൽ പൊട്ടിപ്പോവില്ലേ? കേക്ക് വിൽക്കുകയാണോ? അത് ശരി, അടിപൊളി. ഇത് ഓവനാണല്ലേ? ഓവനിൽ കേക്ക് വെച്ചതാണോ? കേക്കായിട്ട് അമ്മയ്ക്ക് തരണം കേട്ടോ. ഒറ്റയ്ക്ക് തിന്നാ ഞാൻ ശരിയാക്കും. വീണ് കൊടുക്കും കുഞ്ഞൂസേ. താഴെ ഇറങ്ങും മോളെ. അയ്യോ, മെല്ലെ ഇറങ്ങ. എനിക്ക് 31 രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. രാവിലെ 5:15 ഞാൻ മനഃപൂർവ്വം എനിക്ക് കിടന്ന് ഉറങ്ങാം. ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 5:15 ഞാൻ കിടന്നു. 7 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത്. 5:15 കിടന്നു, പക്ഷേ 6:45 ആകുമ്പോഴത്തേക്ക് ഉണർന്നു പോയി. അങ്ങനെ ആ ഒരു രാത്രി തീരെ ഉറങ്ങാതെ പുലർച്ചെ വീണ്ടും എണീറ്റ് നമ്മൾ അടുത്ത കേക്കും ചെയ്തിട്ടാണ് ഫുൾ കേക്ക് സെയിൽ ചെയ്യുന്നത്. പോകുന്നിടത്തൊക്കെ ക്യാമറ കൊണ്ടുപോവുക, ഇതെടുക്കുക, അതിനിടയ്ക്ക് മോളെ നോക്കുക, ഇതൊക്കെ കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. വിശദീകരിച്ചെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മളൊരു സിംഗിൾ വീഡിയോ ആയിട്ട് വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ അറിയേണ്ടത് എന്നുള്ളത്. എനിക്കറിയാം കേക്കിൽ പേരെഴുതുന്ന കാര്യം, ആ ഫ്ലവേഴ്സ് വരയ്ക്കുന്ന കാര്യം, ഗനാഷിൻ്റെ കാര്യം, ഇതൊക്കെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഫോണ്ടൻറ്റിൻ്റെ കാര്യം ഒക്കെ ഓർമ്മയുണ്ട്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇത്രയും തിരക്കിനിടയിലും ഒരൊറ്റ കമൻറ്റിനോ അല്ലെങ്കിൽ മെസ്സേജിനോ ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല. ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം നിങ്ങളെ കമൻറ്റ്സ് എനിക്ക് തരുന്ന ഊർജ്ജം അത്രത്തോളം വലുതാണ് കേട്ടോ. അപ്പം ഊർജ്ജം ഇനിയും തരൂലേ?